ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് കുറച്ചധികം ലൈൻമാൻ പോസ്റ്റുകളിലേക്കും എക്സാം നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെയും ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കേസ് നോക്കുമ്പോൾ 96/2025 കാറ്റഗറി നമ്പർ. നവംബർ മാസം 14 ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര പേര് മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും അതുകൂടാണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നും ഒക്കെ നമുക്ക് അവിടെ നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ആണ്. വൺ ടൈം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് വൺ ടൈം വെരിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ ഇന്റർവ്യൂ ആണ്. മെയിൻ ലിസ്റ്റിൽ 42 പേരുണ്ട്. 42 പേര് മാത്രമേ അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 70, ഡിഫറെന്റ് ടേബിൾഡ് 7, ടോട്ടൽ 119 പേരെന്താ അവർ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 54.67 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 54.67 മാർക്ക്. ഓക്കെ, 42 കാൻഡിഡേറ്റ്സിനാണ് 54 മേലെയുള്ള മാർക്കുകൾ ഉള്ളത്. ഓക്കെ, അത് താഴെയുള്ളവരൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ഇന്റർവ്യൂ വിൽ ബി ആൻഡ് ഇന്റർവ്യൂ ഡേറ്റ് വിൽ ബി ഇന്റിമേറ്റഡ് ടു കാൻഡിഡേറ്റ്സ് ത്രൂ പ്രൊഫൈൽ മെസ്സേജ് ആൻഡ് SMS ഇൻ ഡ്യൂ കോഴ്സ്. ഓക്കെ, അപ്പോൾ 54.67 മാർക്കാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കുറവാണ്. അല്ല, 42 പേരാണ് അവര് ലിസ്റ്റിൽ ഇൻക്ലൂഡ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ PWD ആണ്. PWD കൊല്ലത്തെ ആണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ നമുക്കവിടെ നോക്കാം. നമുക്കവിടെ കൊല്ലത്തെ കേസ് പറയുമ്പോൾ 59 പേര് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ, 56 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ. ഓക്കെ, 3 പേര് ഡിഫറെന്റ് ലേബിൾ, ടോട്ടൽ 78 പേര് അവരെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 62 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പം തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ചധികം ആൾക്കാരെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 82 പേര് മെയിൻ ലിസ്റ്റിലും 100 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. ഓക്കെ, 3 പേര് ഡിഫറെന്റ് ലേബിളും, ടോട്ടൽ 185 പേര് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 60.33 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ പാലക്കാട് ജില്ലയാണെന്നുണ്ടെങ്കിൽ 31 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 63 പേര് സപ്ലിമെന്റ് ലിസ്റ്റ്, ഡിഫറെന്റ് ലേബിൾഡ് 4, ടോട്ടൽ 98 പേരുണ്ട്. 64.33 അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തൃശ്ശൂർ ജില്ലയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അവിടെ 29 പേര് മെയിൻ ലിസ്റ്റിൽ, 57 പേര് സപ്ലിമെന്ററി, ഡിഫറെന്റ് ലേബിൾഡ് 4, മൊത്തം 90 പേരാണ് പ്രോബബിലിറ്റി ലിസ്റ്റിലുള്ളത്. കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ള 65.33. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കോമൺ എക്സാം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നവംബർ മാസം 19 ആണ് എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോൾ 2025. അപ്പൊ ഇത് തൃശ്ശൂർ ജില്ലയിലേക്കുള്ളത് ലിസ്റ്റ് 21/2/2026 വന്നു. അതേപോലെ പാലക്കാട് ആകുമ്പോൾ ഫെബ്രുവരി തന്നെ വന്നു, 26 വന്നു. തിരുവനന്തപുരത്ത് 2 വന്നു, മാർച്ച് 2 വന്നു. ലൈൻമാൻ്റെത് ഇന്ന് വന്നു. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.